ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, വേദിയിലുള്ള ബഹുമാന്യരായ മന്ത്രിമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർ, മുൻ പ്രസിഡന്റ്, മെമ്പർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരു പ്രസംഗം നടത്തേണ്ട സന്ദർഭമല്ല ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾ നിൽക്കുന്നതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ ഏറെ അഭിമാനകരവും ആഹ്ലാദകരവുമായ ഒരു സന്ദർഭം നമ്മുടെ നാടാകെ ശ്രദ്ധിക്കുന്ന, നെഞ്ചേറ്റുന്ന പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ ശ്രീ കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എന്നത് ഏറെ സന്തോഷിക്കുന്നു. നാം എല്ലാം അഭിമാനം കൊള്ളുന്നു. നമുക്കറിയാം, അദ്ദേഹം ഒരു IASകാരൻ മാത്രമല്ല. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് IASകാരൻ എന്നുള്ളതിലപ്പുറം അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക മേഖലയിലുള്ള സർഗവാസനകളുടെ പ്രതിഫലനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ മിക്കവാറും എല്ലാം വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാവനാസമ്പന്നമായ അത്തരം സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം പരിണിതപ്രജ്ഞനായ ഒരു ഭരണാധികാരി. അഡ്മിനിസ്ട്രേഷൻ എന്നതൊരു കലയാണ്. ആ കല ഭംഗിയായി ചീഫ് സെക്രട്ടറി എന്ന രൂപത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. അതിനുമപ്പുറം മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം നിലകൊണ്ട സന്ദർഭം, ആ യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയെടുത്തത് അദ്ദേഹമാണ്, മലയാളം സർവകലാശാല. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ അദ്ദേഹം IMGയുടെ ഡയറക്ടറായിരുന്നു. എന്നുവെച്ചാൽ മന്ത്രിമാരെ ഉൾപ്പെടെ ആദ്യം പരിശീലനം, ഞങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശിക്ഷകണങ്ങളാണ്. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം ക്ലാസ് എടുത്തത് ജയകുമാർ സാറാണ്. അതുകൊണ്ട് ഒരു ഗുരുവന്ദനം കൂടിയായി ഈ സന്ദർഭം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ നിലയിലും നമുക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കൈകാര്യം ചെയ്ത അദ്ദേഹമായിരുന്നു, വികസനത്തിന്റെ. അങ്ങനെ എല്ലാ നിലയിലും ഭരണരംഗത്ത്, അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക മേഖലകൾ, എല്ലാ രംഗത്തും തിളക്കമാർന്ന ഒരു വ്യക്തിത്വം എന്ന രൂപത്തിൽ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ നിശ്ചയമായും പ്രതീക്ഷയോടുകൂടി നമുക്ക് എല്ലാ അർത്ഥത്തിലും ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും, കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ എന്ന രൂപത്തിൽ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ ഹൃദയം നിറഞ്ഞ് ഗവൺമെന്റിന് വേണ്ടി അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. രണ്ടാമതായി ബോർഡ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത നമ്മുടെ കെ രാജു, അദ്ദേഹം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ മുൻ മന്ത്രിസഭയിലെ വനം, അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ് VN വാസവൻ ദേവസ്വം മന്ത്രിയാണ് സംസാരിക്കുന്നത്. എന്തായാലും ദേവസ്വത്തിന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു മുഖം രക്ഷിക്കൽ കൂടിയാണ് കെ ജയകുമാറിനെ അധ്യക്ഷനായി കൊണ്ടുവരുന്നതിലൂടെ പ്രധാനപ്പെട്ട കാര്യം.